ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല, വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. कोरोना आया, फिर युद्ध होने शुरू हो गए और अब आज की एनर्जी क्राइसिस है. ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से ഗരീബി കെ ദൽദൽ മേ ചലി ജായേഗി. 21ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം BJP MLA-മാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത MLA-യും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുടെ 42ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാൻമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു. I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19, 20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.